ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ന്യൂ ഡ്രാമയാണ് കേട്ടോ. ഡ്രാമയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് ഡ്രാമയിലെ ഹീറോയിനാണ്. ഹീറോയിൻ്റെ പേരാണ് ക്വിങ് കേട്ടോ. ക്വിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവളൊരു മേഡാണ്. അപ്പോൾ ഇവളാണെങ്കിൽ പുനർജനിച്ചിരിക്കണതാണ് കേട്ടോ. അതായത് ഒരു വർഷം വീണ്ടും അവൾ ടൈം ട്രാവൽ ചെയ്ത് വന്നേക്കാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഒരു ഹീറോയിനാണ്. ഇവൻ്റെ പേരാണ് ഷിൻ കേട്ടോ. അപ്പോൾ ഷിന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനൊരു നല്ലൊരു ടോപ്പ് ബിസിനസ്മാനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഷിന്നിനെ നോക്കേണ്ട ആ ടൈമിൽ അവൻ അവളെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ പറയാണ്, ഞാൻ എന്തിനാണ് തിരിച്ച് റീബ്രോൺ ആയെന്ന് മനസ്സിലാവണില്ലല്ലോ, ഇവരെ കൈകൊണ്ട് മരിക്കാനാണെന്ന് അവൾ പറയുന്നത്. ഈ സെക്കൻഡ് കാണിക്കുന്ന ഇതിലൊരു ഹീറോനെ തന്നെയാണ്. ഇവൻ്റെ പേരാണെങ്കിൽ സിൻ കേട്ടോ. ഇവനാണെങ്കിൽ ഒരു ഐഡിയോളാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇതിലെ വേറെ ഹീറോയിനാണ്. ഇതിൻ്റെ പേരാണ് പെയ് കേട്ടോ. പെയ്യും ഒരു ബിസിനസ്മാനാണ് കേട്ടോ. ഇവർ 3 പേരും നമ്മുടെ ഹീറോയിനാണെങ്കിൽ നോക്കുന്നുണ്ട്. ഇവരുടെ വീട്ടിലെ മേഡാണ് നമ്മുടെ ഹീറോയിൻ കേട്ടോ. ഇവരെന്ന് പറയുന്നത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള പേഴ്സൺസാണ്, ബ്രദേഴ്സാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഇവർ തന്നെയാണ് എന്നെ കൊന്നത്, എന്നിട്ട് ഞാൻ വീണ്ടും റീബ്രോണായി വന്നിട്ട് ഇവരെ കൈകൊണ്ട് മരിക്കാനാണെന്നൊക്കെയാണ് അവൾ ചിന്തിക്കണത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഷിന്നിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഷിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഹോട്ടായിട്ട് ഫീലൊക്കെ ആവട്ടെ. അപ്പോൾ ഈ ടൈമിൽ ഇവൾ ഹാങ് ഓവർ സൂപ്പ് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിക്കുന്നുണ്ട്. ഹീറോയിനെ പിടിച്ചിട്ട് ഇവളെ എടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഹീറോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളാണെങ്കിൽ ഇവരൊക്കെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ റീബ്രോൺ ആയ കാരണം ഇവളുടെ ക്യാരക്ടറുകൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇപ്പോഴാണെങ്കിൽ മൊത്തത്തിൽ അവൾ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഷിന്നെ പിടിച്ചെടുത്തിടുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതായത് മുന്നേ നമ്മുടെ ഹീറോയിൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഷിന്നി ഇതുപോലെ തന്നെ ഡ്രിങ്ക്സ് കഴിച്ചിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവനാണെങ്കിൽ ഉള്ളടുത്ത് ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിനും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ അവിടുത്തെ മറ്റ് സെർവൻസും അതുപോലെ തന്നെ ആ സെർവൻസിനെ ലീഡ് ചെയ്യണ ഒരു ലേഡി ഉണ്ട്. ആളും കൂടി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുണ്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ ബാഡായിട്ട് ബിഹേവ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ ആലോചിക്കുന്നത്. അപ്പോൾ ഷിന്നാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടില്ല കേട്ടോ. അവനും അത് അക്സെപ്റ്റ് ചെയ്ത പോലെ തന്നെ ഒന്നും മിണ്ടാണ്ടിരിക്കും. അങ്ങനെ ഇവളാണെങ്കിൽ കുറേ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവളെ ലൈഫിൽ നടന്നത് വീണ്ടും റിപ്പീറ്റ് ആവണല്ലോ. ഇപ്പോൾ ഇവള് റീബ്രോണായി വന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് എന്തൊക്കെ നടക്കുന്ന അറിയാലോ. എന്നിട്ട് അതുപോലെ തന്നെ ഉണ്ടല്ലോ ആ ലേഡി ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇവളാണെങ്കിൽ നമ്പർ 1 എനിമയാണ് നമ്മുടെ ഹീറോയിൻ്റെ കേട്ടോ. ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ അവനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊണ്ടുവരേണ്ടായിരിക്കുക. അപ്പോൾ ആ സമയത്ത് വന്ന് നോക്കുന്ന സമയത്ത് ഷിന്നാണെങ്കിൽ താഴെ കിടക്കേണ്ട അവനെ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പെണ്ണ് വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവള് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവിടെ ഒന്നും നടന്നില്ല എന്നോട് ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ആ ലേഡി ചോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഷിന്ന ഒരുപാട് ഡ്രിങ്ക്സ് കഴിച്ചു, ഞാൻ ഹാങ് ഓവർ സൂപ്പ് കൊണ്ടുവന്നതാണ്, പക്ഷേ ആൾ വൊമിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലേഡിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ ഭാഗത്ത് തെറ്റുന്നില്ല എന്ന് കേട്ടോ. അപ്പോൾ ഈ പെണ്ണാകെ ചമ്മി പോവാണ്. ഈ പെണ്ണ് ചിന്തിക്കുകയാണ് ഇപ്പം എന്തോടെ നടന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ പെണ്ണിനോട് നോക്കാൻ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവള് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ആക്ച്വലി അവിടെ നടന്നത് ഷിന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിച്ച് അവിടെ ഇട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനെ പിടിച്ച് ഒരു തള്ളു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേ സമയത്ത് ഷിന്നാണെങ്കിൽ നിലത്ത് വീണുണ്ടായിരിക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. ഇവൾക്ക് ഓൾറെഡി അറിയാലോ എന്തൊക്കെ നടക്കണമെന്ന്. അങ്ങനെ ഇവൾ പറയുകയാണ് ഇനി ഞാൻ ആ തെറ്റുകളൊന്നും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോയിൻ പോകണത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് കറക്റ്റിന് നമ്മുടെ സിന്നിനെ വന്നിട്ട് ഇവൾ കൂട്ടിയിടിക്കുന്നുണ്ട് കേട്ടോ. സിന്നിനെ ഓൾറെഡി പറഞ്ഞല്ലോ ഇവൻ ഐഡിയോളാണ്. എന്നിട്ട് ഇവനെ വന്ന് കൂട്ടിക്കുന്ന സമയത്ത് ഇവൻ ചോദിക്കുകയാണ് എന്താ എന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനെ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ എന്നല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, അതായത് ഇവന് ഹീറോ എന്ന് തന്നെ പറയാം കേട്ടോ. സിന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഒന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സിന്ന് പറയാണ് നിൻ്റെ അടുത്ത് നല്ല ദേഷ്യത്തിലാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ മുന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ പെയ്യുടെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതേ ടൈമിൽ ഇവള് കോഫി കൊണ്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് പെയ് എന്തോ വർക്കിലാണ്. അപ്പോൾ കോഫി ആണെങ്കിൽ അറിയാണ്ട് നമ്മുടെ പെയ്യുടെ ഡ്രസ്സിലേക്ക് വീണുണ്ടായിരിക്കും. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിൻ സോറി പറഞ്ഞിട്ട് ആ കോഫി ആണെങ്കിൽ അവൻ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ പെയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പെയ് പറയുന്നുണ്ട് ഡോണ്ട് ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിച്ച് നല്ല അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അത്ര
മോശമായിട്ടായിരിക്കും ഇവളടുത്ത് ബിഹേവ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ ആലോചിക്കണത് കേട്ടോ. അപ്പോൾ പെയ്ക്കെന്ന് പറയുന്ന വുമൻസിന് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പം നമ്മുടെ സിന്നീൻ്റെ അടുത്ത് പറയാണ് അതൊരു ഇൻസിഡൻറ്റ് നടന്നു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സിന്നാണെങ്കിൽ ഇവളടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് പേടിയാവുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ പണ്ടത്തെ ഹീറോയിൻ അല്ലല്ലോ, ഇവൾക്ക് ഇപ്പോൾ എല്ലാവരുടെ ക്യാരക്ടറൊക്കെ നന്നായിട്ട് അറിയില്ല എന്തൊക്കെ നടക്കാമെന്ന്. എന്നിട്ട് സിന്നെ പറയേണ്ടത് എൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ ആദ്യം ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സിന്നെ പറയേണ്ടത് ഞാൻ നല്ലൊരു എമൗണ്ട് തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിന് നോക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിന്നും ഹീറോയിനും കൂടി ആ പ്രോഗ്രാമിന് പോവാണ് കേട്ടോ. ഇവനൊരു ഐഡിയോളാണല്ലോ, അപ്പോൾ അതിന് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവന് ഓട്ടോഗ്രാഫൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവന് കുറേ ആരാധകരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതേ ടൈമിൽ തന്നെ നമ്മുടെ സിന്നിനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ്. അതുപോലെ തന്നെ അവന് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അവരും നമ്മുടെ സിന്നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സിന്നാണെങ്കിൽ പൊട്ട പേഴ്സണാണ്, അവന് ഇവിടുന്ന് തന്നെ ഇൻഡസ്ട്രിയിൽ തന്നെ ബ്ലോക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ പേര് വന്നിട്ട് സിന്നിൻ്റെ എതിരായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ. അവൻ്റെ ഫോട്ടോസിലൊക്കെ ആണെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവനെ ടോർച്ചർ ചെയ്യും. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ സിന്നിനാകെ പേടിയാവാൻ കേട്ടോ. അവൻ്റെ ലൈഫിൽ എന്തൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവന് ഭയങ്കര പേടിയായിട്ട് ഇവനാണെങ്കിൽ പിറകോട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കണ്ട. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇത് കാണുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് എന്തോ പാവം പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സിന്നിനെ സപ്പോർട്ട് എടുത്തിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഇവനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ഒരാളെ ബുള്ളി ചെയ്യാൻ പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൻ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ സിന്നിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവനെതിരായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരാണെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ നിങ്ങൾ ഇവിടുന്ന് ആദ്യം കടന്നു പോകാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ സിന്നിന് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ, ഇഷ്ടമുള്ള ആൾക്കാരും പറയണം അതെ നിങ്ങൾ കടന്നു പോകുന്നു പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സിന്നിനാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതുപോലെ ബുള്ളി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിന്നിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സിന്നാണെങ്കിൽ നോർമലാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ അടുത്ത് വന്നിട്ട് പറയും നീ ഓക്കെ അല്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനും അതേന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സിന്നെ എണീക്കുന്നുണ്ട് കേട്ടോ. എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതേ ടൈമിലാണ് ഇവ വന്ന് കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനേക്കാളും താഴെയാണ് കേട്ടോ. സിന്നാണ് ഏറ്റവും താഴെയുള്ളത്. ഏറ്റവും ഫസ്റ്റത്തെ ബ്രദർ എന്ന് പറയുന്നത് പെയ്യ്, സെക്കൻഡ് നമ്മുടെ ഷിന്ന്, പിന്നെ സിന്ന് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത് എൽഡർ സിസ്റ്റർ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ നല്ല രീതിയിൽ കംഫർട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഫസ്റ്റ് ടൈം നമ്മുടെ സിന്നിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് ലവ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് നമ്മുടെ സിന്നാണെങ്കിൽ ഉണ്ടല്ലോ ഇവന് പ്രൊപ്പോസലായിരുന്നു നമ്മുടെ ഹീറോയിനെ. അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ എനിമി ഉണ്ടല്ലോ, ആ പെണ്ണും അവളുടെ ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സിന്നാണെങ്കിൽ പൂന്തോട്ടത്തിൽ നിൽക്കുകയാണല്ലോ. എന്നിട്ട് ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് സിന്ന ആരും പ്രൊപ്പോസ് ചെയ്യാൻ പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളുടെ കൂട്ടുകാരി പറയുന്നത് നിന്നായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ആ പെണ്ണും പറയാണ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിന്നിൻ്റെ അടുത്ത് അതാണ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് എന്തിനാണ് ഇത്ര ഷെയ്യായിരിക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ സിന്നിൻ്റെ അടുത്ത് ഈ പെണ്ണ് വിചാരിക്കും ഇവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ട് ഇവളാണെങ്കിൽ ഇഷ്ടമെന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഉണ്ടല്ലോ നമ്മുടെ സിന്നിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവൻ പറയുന്നുണ്ട് ആര് പറഞ്ഞു നിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ലാന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹീറോയിൻ വരുന്ന സമയത്ത് നമ്മുടെ സിന്നാണെങ്കിൽ ബൊക്ക് കൊടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവ സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, കാരണം ഇവനേക്കാളും മൂത്തതാണല്ലോ. എന്നിട്ട് നമ്മുടെ സിന്ന് പറയേണ്ട എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാവും എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ പ്രൊപ്പോസൽ ചെയ്യാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ഇത് കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവൻ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഈ പെണ്ണിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഓൾറെഡി നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ പെണ്ണിന് ഇഷ്ടമല്ല, ഇപ്പോൾ സിന്നും കൂടി അവളെ പ്രൊപ്പോസ് ചെയ്തില്ല, അതും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ട കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ സിന്നിന് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് ബ്ലൈൻഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സിന്നാണെങ്കിൽ ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പെണ്ണിന് എന്നിട്ട് പറയാണ് നീ എൻ്റെ സിസ്റ്റർ എങ്ങനെ ബുള്ളി ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ സിസ്റ്റർ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആ പെണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ ചെറിയൊരു കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ അടി കിട്ടില്ല. അപ്പോൾ ഈ പെണ്ണിന് ദേഷ്യം വന്നിട്ട് ഈ പെണ്ണിൻ്റെ കൂട്ടുകാരികൾ പറയണ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണിനെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ അവൻ കിസ് ചെയ്തല്ലോ, അത് അവൾക്ക് ഇഷ്ടമായില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ ഒരടി അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ സിന്ന് പറയുകയാണേ
എനിക്ക് ഇങ്ങോരടി തന്നാലും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. സിസ്റ്റർ കൈ നല്ല സോഫ്റ്റാന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയും പറയാണ് നീ ലൂസാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ കൊടുത്ത ബൊക്കെ ഉണ്ടല്ലോ, ആ ബൊക്കെയാണെങ്കിൽ എടുത്ത് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. ആ വലിച്ചെറി കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ സിന്നാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഹീറോയും പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറയാണ് ഞാൻ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് സിസ്റ്റർ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഞാൻ തന്നെ സിസ്റ്റർ മാരേജ് ചെയ്യുന്നു അവൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കേണ്ടത് നമ്മുടെ പെയിനാണ് കേട്ടോ. ഇപ്പം നമ്മുടെ പെയ്യുടെ ക്യാരക്ടറൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. പെയ് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് എൻ്റെ കൂടെ ഒരു പ്ലേസിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇവള് പറയുന്നുണ്ട് സിന്നിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ പെയ്ക്ക് അറിയാം ഓൾറെഡി ഇവൾക്ക് ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ കുറച്ച് ക്യാഷ് എടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം നീ വരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ സിന്നാണെങ്കിൽ ഇത് കേട്ട് വരുന്നുണ്ട്. എന്നിട്ട് സിന്ന് പറയുന്നുണ്ട് സിസ്റ്റർ എവിടേക്ക് പോകുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് അവിടേക്ക് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ തന്നെ നമ്മുടെ പെയ് പറയാണ് ഓൾറെഡി ഞാൻ അവൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അവൾ എൻ്റെ കൂടെ വരാമെന്ന് എഗ്രി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിൻ്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ പെയ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സിന്നിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഷിന്നുണ്ടല്ലോ അവൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ വന്നിട്ട് ചോദിക്കുകയാണ് പെയ് ബ്രദർ എന്തിനാണ് ഇവളെ കൊണ്ടുപോകണമെന്നാണ് ചോദിക്കണത് കേട്ടോ. അല്ല പെയ്ക്ക് ഇങ്ങനെ വുമൻസിനൊന്നും ഇഷ്ടമില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സിന്നോട് പറയാണ് അല്ല അവൻ്റെ ക്യാരക്ടറൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സിന്നിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ടീവനാണെങ്കിൽ ഇവനെ തുറപ്പിച്ച് നോക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ ഷിന്ന് ചോദിക്കുന്നുണ്ട് അല്ല നീ ഇപ്പം എന്തിനാണ് എന്നെ തുറപ്പിച്ച് നോക്കണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സിന്ന് പറയുന്നുണ്ട് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ സിന്നാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അവന് ദേഷ്യം വന്നിട്ടാണ്. അപ്പം നമ്മുടെ ഷിന്ന് പറയുകയാണേ അല്ല ഇവിടെ ഇപ്പം എന്തൊക്കെ നടക്കണേക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കേണ്ടത് നമ്മുടെ പെയ്യാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൊണ്ടുവന്നതേ ഒരു ഓർഫനേജിലേക്കാണ് കേട്ടോ. അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ നമ്മുടെ പെയ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ കുട്ടികളുടെ അടുത്ത് നല്ല രീതിയിലൊക്കെ മിങ്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ പറയാണ് നമ്മുടെ ഹീറോയിൻ്റെ ക്യാരക്ടർ നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ അടുത്ത് നല്ല രീതിയിലൊക്കെ ഇടപെടുന്നുണ്ടല്ലോ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ പെയ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ ഇവിടേക്ക് കുട്ടികളൊക്കെ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്നാണ് അവൻ ചിന്തിക്കുന്നത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെയ്യുടെ ഓഫീസിലേക്ക് അവളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവനാണെങ്കിൽ ഒരു ടെൻഡർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ബിസിനസ് ആവശ്യമായിട്ട് എന്തോ ഒരു പ്ലേസ് വാങ്ങാനാണ്. അപ്പോൾ അതിൽ എമൗണ്ട് കുറച്ചായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇത് കേൾക്കുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിന് ചിരി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പേജ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ചിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവള് ബഡ്ജറ്റിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ്സിനാണ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിന് പറഞ്ഞ നല്ല എഡ്യൂക്കേറ്ററൊക്കെയാണ്. എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവളൊരു എമൗണ്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കണം അവൻ്റെ സ്റ്റാഫ് പറയുകയാണ് എന്താ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പേയ് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയും പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു എമൗണ്ടിൽ തന്നെ ഫിക്സ് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാഫും പറയുന്നത് അതിൽ ഫിക്സ് ചെയ്ത പ്രോബ്ലം ഉണ്ടാവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെയ്യും പറയുന്നുണ്ട് ഇല്ല അത് തന്നെ ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും പറഞ്ഞല്ലോ അത് തന്നെയാണ് അവൻ ആ സ്റ്റാഫിൻ്റെ അടുത്ത് പറയണത് കേട്ടോ. അപ്പോൾ ആ സ്റ്റാഫും പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പെയ്യാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അല്ല നീ പറഞ്ഞത് ശരിയാണെന്നൊന്നും ഞാൻ വെച്ച് നിന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേസമയം നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ശരി നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എന്തായാലും നടക്കുള്ളൂ എന്ന് നമ്മുടെ പേരെടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പെയ്യും ശരി പറയുന്നുണ്ട്. അപ്പോൾ അതേ ടൈമിൽ തന്നെ കറക്റ്റ് നമ്മുടെ ഷിന്നുണ്ടല്ലോ ഷിന്ന് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഷിന്ന് വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ പേരെടുത്ത് പറയാണ് കുറച്ച് നേരത്തേക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിനെ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ചിരി വരുന്നുണ്ട്. അവൾ മനസ്സിൽ പറയാണ് തക്ക സമയത്താണ് ഇവ വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടുത്തെ ഞങ്ങൾ ഇവിടുന്ന് എസ്കേപ്പ് ആവണം. അത് കഴിയുമ്പോൾ നമ്മുടെ പെയ്യാണെങ്കിൽ ഫസ്റ്റ് സമ്മതിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷിന്ന് പറയുന്നുണ്ട് എന്തായാലും കൊണ്ടുപോയി പറ്റുമെന്ന് പറയുമ്പോൾ അവന് മോക്കി പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ഷിന്ന് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഷിന്ന് പറയാണ് എന്താ നൈറ്റ് നടന്നതെന്ന് ശരിക്കും നമ്മുടെ ഷിന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇവൻ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചെന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഷിന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും നടന്നു ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ചൊന്നും നടന്നില്ല എന്നാണ് അവൻ്റെ അടുത്ത് പറയണത് കേട്ടോ. ആക്ച്വലി ഒന്നും നടന്നിട്ടുണ്ടായിരിക്കില്ല
പിന്നീട് അത് കഴിഞ്ഞിട്ട് അവിടേക്ക് കുറേ റൗഡികളൊക്കെ വന്നിട്ട് നമ്മുടെ ഷിന്നിനെ അടിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഓടുന്നുണ്ട്, ടിവളാണെങ്കിൽ പിടിച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഷിന്നിനാണെങ്കിൽ ഒരാൾ കുത്താൻ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനെ ഇടയിൽ കയറുന്നുണ്ട്. അങ്ങനെ അവന് കിട്ടുന്ന കുത്തി വിളിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറേ ബ്ലഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഷിന്ന് പറയാണ് നീ മരിക്കലേ എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഭയങ്കര കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ തന്നെ നമ്മുടെ പെയ്ക്ക് കോൾ ചെയ്തിട്ട് പറയുകയാണ് നമ്മുടെ ഹീറോയിൻ ഹോസ്പിറ്റലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പെയ്യും അതുപോലെ സിന്നൊക്കെ അവിടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് ഇഞ്ചുറി കാര്യമായിട്ടാണ് കിട്ടിക്കൊണ്ട്, കാരണം നല്ല കുത്ത് കിട്ടിയിട്ട് അവൾക്ക് കേട്ടോ. ഈ സിന്ന് വന്ന കഴിഞ്ഞിട്ട് നമ്മുടെ ഷിന്നിന് ചീത്ത പറയാണ് കേട്ടോ. അതായത് നീ വിളിച്ചു കൊണ്ടുപോയ കാരണമാണ് നിൻ്റെ തല്ലാൻ വന്ന റൗഡികളാണ് സിസ്റ്റർക്ക് ഇങ്ങനെ വരാൻ കാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിന്ന് സോറൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേസമയം നമ്മുടെ ഹീറോയിനെ എണീക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എണീക്കണ വശം തന്നെ നമ്മുടെ 3 ഹീറോസും ചോദിക്കുകയാണ് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഉണ്ടല്ലോ വെള്ളം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഷിന്ന് ഉണ്ടല്ലോ അവനാണെങ്കിൽ വെള്ളം കൊടുക്കുന്നുണ്ട്, നമ്മുടെ സിന്നാണെങ്കിൽ ഉണ്ടല്ലോ അവൾക്ക് സൂപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെയ് ഉണ്ടല്ലോ അവനാണെങ്കിൽ ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ 3 പേര് 3 സാധനങ്ങൾ ഇവൾക്ക് വെച്ച് നീട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ട് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്ക് ആവേണ്ട കേട്ടോ. അതായത് ആരുടേന്ന് എപ്പോഴാണ് എന്തിനാണ് ഫസ്റ്റ് വാങ്ങേണ്ടതെന്ന് വെച്ചിട്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഉണ്ടല്ലോ ഇവർ ഓരോരുത്തർ സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ സിന്ന് പറയുന്നുണ്ട് സിസ്റ്റർ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ഷിന്ന് പറയുന്നുണ്ട് ഇല്ല ഞാൻ കാരണമല്ലേ സംഭവിച്ചത്, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ തൽക്കാലം പൊക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ പെയ്യാണെങ്കിൽ ഒന്നും മിണ്ടല്ലോ കേട്ടോ, അവൻ സൈലൻ്റായിട്ട് നിൽക്കണം കേട്ടോ. എന്നിട്ട് പെയ് പറയാണ് അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്, അവൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പെയ് പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് കാണിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഷിന്നാണെങ്കിലോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ, എന്നിട്ട് പറയാണ് സോറി പറയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷിന്ന് പറയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിനെ. എന്നിട്ട് ഇവളെ കൈ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയാണ് ഇനി മുതൽ നീയാണ് എൻ്റെ വൈഫ് എന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നിൻ്റെ ഹസ്ബൻഡാന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഓൾറെഡി തന്നെ ഫിക്സ് ചെയ്തെന്ന് പറയുന്നുണ്ട്, നീ എൻ്റെ പെണ്ണാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിന്നാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇതൊക്കെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഷിന്ന് പറയുകയാണെങ്കിൽ നീ ഒരാളെ ലൈക്ക് ചെയ്യാൻ പാടില്ല, വേറൊരാളെ ടച്ച് ചെയ്യാനും പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ പറയാണ് നിനക്ക് എന്താ വല്ല ലൂസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഷിന്നും പറയുന്നുണ്ട് എനിക്ക് ലൂസൊന്നുമില്ല, ഞാൻ ഫിക്സ് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ, നീയാണെങ്കിൽ എൻ്റെ പെണ്ണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവളടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ അവൻ എന്താ പറയണേന്ന്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടേക്ക് നമ്മുടെ സിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സിന്നും ഷിന്നൊക്കെ സംസാരിക്കാൻ കേട്ടോ. നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. നമ്മുടെ സിന്ന് പറയുന്നുണ്ട് ഹീറോയിനെ അവന് ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷിന്ന് പറയുന്നുണ്ട് പറ്റില്ല എനിക്കാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ പിടി കൂടാണ് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ പെയ് അവിടേക്ക് വരുന്നുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷിന്ന് പറയുന്നുണ്ട് പെയ് ബ്രദർ എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ മാരേജ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിന്ന് പറയുന്നുണ്ട് പറ്റില്ല എനിക്കാണ് സിസ്റ്റർ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവനും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു സംസാരം താങ്ങാൻ പറ്റണ്ട, അവൾ പറയുകയാണേ ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവരിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇവൾ പോണത് കേട്ടോ. നമ്മുടെ പെയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, പെയ്യാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടല്ല കേട്ടോ. ഇവന്മാർ രണ്ടുപേരും ചുമ്മാ തല്ലുകൂടാണ്. എന്നിട്ട് ഇവിടെ റെസ്റ്റ് റൂമിൽ വന്നു കഴിഞ്ഞിട്ട് മിറർ നോക്കിയിട്ട് പറയാണ് ഇവറ്റങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, ഞാൻ റീബ്രോൺ ആയത് തെറ്റായി പോയി എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇവരിങ്ങനെ എല്ലാവരും കൂടി എന്നെ വീണ്ടും കൊല്ലുമെന്നൊക്കെയാണ് അവൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ പെയ്യ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. പെയ്യിനെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് പെയ്യാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പെയ്യ് വന്നിട്ട് സംസാരിക്കാണ് നീ ഇതിൽ ആരെ ചൂസ് ചെയ്തെന്ന് ചോദിക്കേണ്ടി കേട്ടോ. അതായത് നമ്മുടെ സിന്നിനാണ് ഷിനിനാണെന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുന്നത് ഞാൻ ആരെ ചൂസ് ചെയ്തില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ പെയ് പറയണേ എന്നെ നീ എന്നെ ചൂസ് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതേ സമയത്ത് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ പെയ്യൊക്കെ അവിടെ നിന്ന് ഓടിപ്പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ, ഇനി അടുത്ത കുരിശ് വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ പെയ്യാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. കൈ പിടിച്ച് കഴിഞ്ഞിട്ട് പറയണേ എവിടേക്ക് നീ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതിന് നീ റിപ്ലൈ തരാൻ പറയുന്നുണ്ട് കേട്ടോ. നീ അവരൊന്നും ചൂസ് ചെയ്യാൻ പാടില്ല, ഇന്ന് തൊട്ട് നീ എൻ്റെ പെണ്ണാന്ന് നമ്മുടെ പെയ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് കേട്ട് ഇവളൊന്ന് ഷോക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് നമ്മുടെ പെയ്യാണെങ്കിൽ സഡൻലി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യാൻ കേട്ടോ. ഇവള് വിടാൻ പറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ പെയ്യാണെങ്കിൽ കൂട്ടാക്കാൻ കേട്ടാ. ഇവൻ പറയാണ് ഇന്ന് മുതൽ നീ എൻ്റെ പെണ്ണാണെന്ന് പറയുന്നുണ്ട്, നീ ഇനി ആരും നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ സമയത്തിനുണ്ടല്ലോ നമ്മുടെ ഷിന്നാണെങ്കിൽ പുറത്ത് വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ഹീറോയെ റെസ്റ്റ് റൂമിൽ പോയിട്ട് കാണാത്ത തുടർന്ന് വന്നിട്ട് ഹീറോയിനെ വിളിക്കാൻ കേട്ടോ, കഥക്ക് തുറക്കുന്നു പറയുന്നത് എന്താ ശബ്ദം കേൾക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഒന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും അവൻ പറയാണ് എന്താ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൻ വീണ്ടും
ഷിന്നിൻ്റെ കിസ് ചെയ്യാനുള്ളത് കേട്ടോ. നമ്മുടെ ഹീറോയിനെ ഒരു കണക്കിന് അവൻ തള്ളി മാറ്റിയിട്ട് പറയാണ് എനിക്ക് സ്റ്റൊമക്കിൽ നല്ല പെയിൻ ഉണ്ട്, കുറച്ച് വാട്ടർ കൊണ്ടുവരാൻ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷിന്നിൻ്റെ അടുത്ത്. അപ്പം നമ്മുടെ ഷിന്നും പറയാണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയാണ്ട് അത് ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിന്നും പറയുന്നത് ശരി ഞാൻ പോയി വാട്ടർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ടല്ലോ, പേയ്ക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചിട്ട് ഇവള് പറയാണ് നീ എന്താ കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സൈലൻ്റ് നിന്ന് വേറെ ഒന്നും കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് നീ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയോട് ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇവളാണെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ പേയ്ക്കുണ്ടല്ലോ താൻ ചെയ്ത് തെറ്റെന്ന് മനസ്സിലായി ഞാൻ ജീവനാണെങ്കിൽ സോറി പറയുന്നുണ്ട് കേട്ടോ. ജീവൻ പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സൈലൻ്റായി നിന്നാലും എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഞാൻ നിന്നെ കിസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പേരെടുത്ത് പറയുന്നുണ്ട് ആദ്യം ആ കുട്ടികൾക്ക് കുറച്ച് ഫണ്ട് കൊടുക്കാമെന്ന് ഇവനെ ഏറ്റിട്ടുണ്ടായിരിക്കും, അതായത് അനാഥ കുട്ടികൾക്ക് ഉണ്ടല്ലോ. അപ്പോൾ ആ ഫണ്ട് വേഗം കൊടുക്കാൻ പറയുന്നുണ്ട്, ആ കുട്ടികളുടെ ഫ്യൂച്ചർ സെറ്റാക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് അവിടെ പെയ്യും ഓക്കെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കാണിച്ചിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഷിന്നാണെങ്കിൽ അവൾക്ക് വേണ്ടി വാട്ടർ കൊണ്ടുവരുന്നുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷിന്നെ ചോദിക്കുകയാണ് നീ ഓക്കെ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളും പറയുകയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്, ചെറിയൊരു പെയിനോളൊന്ന് പറയുന്നുണ്ട്. ജീവനാണെങ്കിൽ വെള്ളം കൊടുത്തിട്ട് പറയുകയാണ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇനി തൊട്ട് നീ എന്നെ ഹസ്ബൻഡിന് വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് കേട്ട് ഇവളൊന്ന് ഷോക്കാവാൻ വേണ്ടിയിട്ടാ. അപ്പം നമ്മുടെ പെയ്യാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ റെസ്റ്റ് റൂമിൻ്റെ. അപ്പം ഇവനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് കൈയൊക്കെ ചുരുട്ടി പിടിക്കുകയാണ് കേട്ടോ. കാരണം ഇവന് നമ്മുടെ ഹീറോയിന് ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷിന്നു പറയുന്നുണ്ട് ഇനി തൊട്ട് നീ എൻ്റെ വൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ, നീ ഒരാളെയും കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിന് ദേഷ്യം വന്നിട്ട് അവൾ പറയുന്നത് ഷിന്നിൻ്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ അച്ഛനെ കോൾ ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ എൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഷിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ നിൻ്റെ വൈഫല്ല നീ എൻ്റെ ഹസ്ബൻഡ് അല്ല എന്ന് പറയുന്നത്, എനിക്ക് നിന്നോട് അങ്ങനത്തെ ഫീലിങ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ പേയ്ക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ, അതായത് അവനെ റിജക്റ്റ് ചെയ്തല്ലോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവളുടെ ബർത്ത്ഡേ പാർട്ടി നല്ല ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് അവർ 3 പേരും കൂടി പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ആ പെണ്ണുണ്ടായിരിക്കുമല്ലോ, അവളും ഓൾറെഡി അവിടുത്തെ മേഡ് തന്നെയാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാണുന്ന സമയത്ത് പറയുകയാണ് നീ എന്തിനാണ് ഇത്ര നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ പാർട്ടി എനിക്ക് വേണ്ടാണ് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മൾ ഷിന്നോടേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പായി വീഴാൻ പോകുന്നുണ്ട്. അപ്പോൾ ഷിന്നെ കറക്റ്റ് വന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ച് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷിന്ന് വന്നിട്ട് ആ പെണ്ണിൻ്റെ അടുത്ത് പറയുകയാണ് ആക്ച്വലി ഈ പാർട്ടി തന്നെ ഞങ്ങൾ വെച്ചത് നമ്മുടെ ഹീറോയിന് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അവളുടെ ബർത്ത്ഡേ ആണ്, അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാർട്ടി വെച്ചെന്ന് പറഞ്ഞിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ ഇവിടുത്തെ മെയിൻ ഗസ്റ്റ് നമ്മുടെ ഹീറോയിനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷിന്നാണെങ്കിൽ ഉണ്ടല്ലോ അവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോതിരം പൊക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഷിന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്, എന്നെ മാരേജ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ നമ്മുടെ ഷിന്ന് പറയാണ് പ്ലീസ് എന്നെ മാരേജ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ ആ പെണ്ണും അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ഗസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കണ്ട് ഷോക്ക് അടിക്കാണ് കേട്ടോ. എന്തോ ഒരു മേഡിനെ പ്രപ്പോസ് ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പോൾ കറക്റ്റ് ഉണ്ടല്ലോ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു വോയിസ് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിന്നാണെങ്കിൽ അത് ആരാന്ന് അറിയാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ആരില്ല നമ്മുടെ സിന്നുണ്ടല്ലോ ഇവൻ്റെ ബ്രദർ, അവനാണ് കേട്ടോ. അവൻ വന്നിട്ട് ഒരു ബൊക്കും അതുപോലെ ഒരു റിങ് കൊണ്ടുവന്നിട്ട് അവനും നമ്മുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നതാണ് കേട്ടോ. അത് നമ്മുടെ ഷിന്നി ഇരുന്നില്ലേ അതുപോലെ തൊട്ടപ്പുറത്ത് തന്നെ അവൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ പറയാണ് സിസ്റ്റർ എന്നെ മാരേജ് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഡോഗ് പോലെ സിസ്റ്റർ പറയുന്നത് എന്തും കേട്ടോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പ്ലീസ് എന്നെ മാരേജ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി കാണുമ്പോൾ ആ പെണ്ണിനാണെങ്കിൽ ഭ്രാന്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവിടെ എന്താ നടക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നോക്കാണ് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഷിന്നാണെങ്കിൽ ഉണ്ടല്ലോ ഇവൻ്റെ അടുത്ത് തല്ലുകൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനും പറയുന്നുണ്ട് ഇല്ല സിസ്റ്റർ എൻ്റെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റേ ഇവൻ പറയുന്നുണ്ട് ഇല്ല അവളെ എൻ്റെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും കൂടി അടി കൂടിയാവണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ചിന്തിക്കുകയാണ് ഇവരെന്ത് ക്രൈസി ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ആ പെണ്ണുണ്ടല്ലോ പെണ്ണിനെ സഹിക്കാൻ പറ്റുന്നുണ്ട്. ആ പെണ്ണ് വന്നിട്ട് പറയാണ് നിങ്ങളെന്തിനാ ബ്രദേഴ്സ് നമ്മൾ തല്ലുകൂടണം, അതും ഈ ഒരു മേഡിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് ആ പെണ്ണിനിട്ട് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ കറക്റ്റ് നമ്മുടെ പെയ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷിന്ന് പറയാണ് പെയ് ബ്രദർ പറയും എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവനും ഞാനിപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഇവനുണ്ടല്ലോ മുട്ടുകുത്തി നിന്നിട്ട് നമ്മുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത്
എന്നെ മാരേജ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് മോതിരം വെച്ചിട്ട്. അപ്പം ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിന് ഷോക്കാവാൻ വേണ്ടിട്ടാ. ഇനി ഹീറോയിൻ പറയാണ് ഇവൻ്റെയും കൂടി കുറവുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ പെണ്ണിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് തലയ്ക്ക് ഭ്രാന്താൻ വേണ്ടിട്ടാ. അതായത് 3 പേര് നമ്മുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് പറയാണ് നിങ്ങൾ എന്തി കാണിക്കണേ ചോദിക്കേണ്ടി കേട്ടോ, നിങ്ങൾക്ക് എന്താ വട്ടായി എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ പെയ്യിനെ ഈ പെണ്ണ് പിടിച്ചില്ല. അപ്പോൾ പെയ്ക്കാണെങ്കിൽ ദേഷ്യം നട്ടി പെയ്യാണെങ്കിൽ പെണ്ണിനിട്ട് ഒരടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ അവിടേക്ക് വീഴുണ്ട്. അപ്പം നമ്മുടെ ഷിന്നും അതുപോലെ സിന്നുണ്ടല്ലോ അവർ ഷോക്കടിച്ച് നിൽക്കാനിട്ട് ഇവിടെ എന്ത് നടക്കണം. എന്നിട്ട് ഇവരും അവൻ്റെ ഒപ്പം തന്നെ ഇരിക്കാനിട്ടോ. അങ്ങനെ 3 പേര് നമ്മുടെ ഹീറോയിനെ പ്രൊപ്പോസൽ ചെയ്യാൻ കേട്ടോ, അതായത് മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പം ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ ചിരിക്കണോ കരയണോന്നോ ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. കാരണം ഇവൾക്കാണെങ്കിൽ ഈ 3 പേര് ഇഷ്ടമൊന്നുമല്ല. ഇവള് പറയണ ഈ 3 പേരെ ഞാൻ സ്നേഹിച്ച് കണ്ടിട്ടെങ്കിൽ ഇവരെന്നെ കൊല്ലുന്നു മനസ്സിൽ പറയുന്നു കേട്ടോ. ഞാൻ എന്തിനാണ് റീബ്രോണായി എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതേ സമയത്ത് ഉണ്ടല്ലോ നമ്മുടെ ഉണ്ടല്ലോ അവൻ്റെ ഷെയർ ഉണ്ടല്ലോ, അതായത് സ്വത്തിൻ്റെ അതിൻ്റെ ഏറെക്കുറെ ഭൂരിഭാഗം നമ്മുടെ ഹീറോയിൻ്റെ പേര് എഴുതി വെച്ച ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇനി എന്നെ മാരേജ് ചെയ്തോടാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ലൈഫ് ലോങ് നല്ല രീതിയിൽ നിന്ന് ട്രീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഷിന്നുണ്ടല്ലോ അവന് വിട്ട് കൊടുക്കണില്ല കേട്ടോ. അവൻ്റെ ബിസിനസ്സിൻ്റെ ഏറെക്കുറെ ശതമാനം ഇതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ, അവൻ്റെ ഡിപ്പോസിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇതാണെങ്കിൽ ഇവർ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പറയാണ് എന്നെ മാരേജ് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നല്ല രീതിയിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സിന്നുണ്ട് കേട്ടോ. അപ്പം സിന്ന് ചെയ്യുന്ന പറയട്ടെ അവൻ്റെ കുറേ സേവിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഹീറോയിന് കൊടുത്തിട്ട് പറയാണ് എന്നെ മാരേജ് ചെയ്യ സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവൻ മാത്രം സിസ്റ്റർ സിസ്റ്ററിനാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ട്. ഇവളാണെങ്കിൽ ഉണ്ടല്ലോ അവിടുത്തെ പവർ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ കുറേ ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടേക്കായിരിക്കും നമ്മുടെ ഹീറോയിൻ വീഴാട്ടോ. അപ്പോൾ അവൾ തലയടിച്ചായിരിക്കും വീഴുണ്ടായിരിക്കും കേട്ടോ. അതേ സമയത്ത് തന്നെ കറണ്ട് വന്ന ടൈമിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവർ ഷോക്കാവുന്നുണ്ട് കേട്ടോ, നമ്മുടെ സിന്നും പെയ്യും. എന്നിട്ട് ഇവരാണെങ്കിൽ ഇവിടെ അലറുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിന് എന്ത് പറ്റിയെന്ന് അറിയാണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ എടുക്കാണ്. അപ്പോൾ ഇവൾക്ക് ബോധം വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് വന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ അവൾക്ക് ബോധം വരുന്നുണ്ട് കേട്ടോ. അവൾക്ക് ബോധം വരുന്ന സമയത്ത് ഇവർ 3 പേരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഒന്നും വേണ്ടണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയണേ എന്താ വേണ്ട എന്നൊക്കെ ഇവർ ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് ഇവർ മുന്നത്തെ പോലെ തന്നെ ഒരാൾ വെള്ളം ഒരാൾ ആപ്പിളും ഒരാൾ അതുപോലെ തന്നെ സൂപ്പായിട്ട് നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് 3 പേര് 3 തരത്തിൽ നമ്മുടെ ഹീറോയിനാണ് ഈ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ മനസ്സിലാലോചിക്കണത് വീണ്ടും റിപ്പീറ്റ് എന്നാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇവള് പറയണേ ഇവരിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുന്നതാണ് ചിന്തിക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയണേ എനിക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവള് സംസാരിക്കേണ്ടി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല എന്ന് പറയണ്ട. അതായത് ഇവള് ജസ്റ്റ് ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ പെയ്യും ഷിന്നൊക്കെ ഒന്ന് ഷോക്കാവുന്നു കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഞങ്ങളെ മനസ്സിലായിട്ട് ചോദിക്കേണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയേണ്ടി ഇല്ല എനിക്ക് നിങ്ങൾ ആരാന്ന് അറിയില്ല എന്ന് പറയേണ്ടി കേട്ടോ, നിങ്ങൾ ആരാന്ന് ചോദിക്കേണ്ടി കേട്ടോ. എന്നിട്ട് ഇവർ പറയുകയാണ് ഇവളുടെ മെമ്മറി ലോസായി പോയതാണ് അവർ ചിന്തിക്കണത് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഡോക്ടർ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ ചെക്ക് ചെയ്ത് ആൾ വരുന്നുണ്ട് കേട്ടോ. ആൾ വരുമ്പോൾ നമ്മുടെ പെയ്യാണെങ്കിൽ കാര്യം ചോദിക്കും ഡോക്ടറെ അടുത്ത്. അപ്പം നമ്മുടെ ഡോക്ടർ പറയാണ് നമ്മുടെ ഹീറോയിൻ തലയടിച്ച് വീഴുകൊണ്ട് തന്നെ ചിലപ്പോൾ അവൾക്ക് മെമ്മറി ലോസ് ആയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് കുറച്ച് ദിവസം ആകുമ്പോൾ റിക്കവർ ആവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുവരെ നിങ്ങളവളെ നല്ല രീതിയിൽ കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനൊന്ന് ആശ്വാസമാവുന്നുണ്ട് കേട്ടോ. കുറച്ച് നാളത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു എന്ന്. അപ്പം നമ്മുടെ ഷിന്നും പറയുന്നത് എത്ര നാൾ കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അവളെ തന്നെ മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിന്നും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇവനെന്താണ് ഇങ്ങനെ ക്രേസി ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് ഇവൾ ചിന്തിക്കുന്നത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനെ കൊണ്ട് ഇവർ 3 പേരാണ് ഒരു പ്ലേസിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ കുറച്ച് മെമ്മറീസ് കാര്യങ്ങളൊക്കെ തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവന്നേക്കണത് കേട്ടോ. എന്നിട്ട് ഇവർ 3 പേരും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ്, നമ്മുടെ ഷിന്ന് ഫസ്റ്റ് ടൈം പറയാണ് ഞാൻ നിന്നെ മാരേജ് ചെയ്തിട്ട് ലൈഫ് ലോങ് നിന്നെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷിന്നാണെങ്കിൽ ഉണ്ടല്ലോ ഇവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ആ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവർ 2 പേരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പറയാണ് ഞാൻ നിന്നെ ലൈഫ് ലോങ് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ട് ഇവൾ ഷോക്കാവുന്നു. എന്നിട്ട് ഇവിടെ മനസ്സ് വിചാരിക്കണം ഇവന് ഇത്ര നല്ല പേഴ്സണാണെന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെയ്യുടെ ഊഴാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ പെയ്യാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ കേട്ടോ പറയാണ് കേട്ടോ, അതായത് ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ലൈഫ് ലോങ് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവന് മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിന് പെയ്ഡ് ഫോട്ടോ എടുത്തിട്ടാ. അപ്പം ഇത് കണ്ട് ഇവിടെ ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് പറയാറ് ഇവനൊന്നും പറഞ്ഞ് മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ, ഇവർ ഞാൻ വിചാരിച്ച പോലെയുള്ളൂ അതിനേക്കാളും കുറച്ച് കൂടുതലാണ് അവിടെ ചിന്തിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ സിനിൻ്റെ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കൊന്നും കാണിക്കില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സിന്നാണെങ്കിൽ പറയാണ് എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ് എനിക്ക് സിസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും സിസ്റ്ററുടെ എടുത്തുണ്ടായിരിക്കും ഒരു ഡോഗ് പോലെ എന്ന് പറഞ്ഞിട്ട്, സിസ്റ്റർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഒരു ചെങ്ങല പോലെ ഉണ്ടല്ലോ നമ്മുടെ ഡോഗ്സിനൊക്കെ ഇട്ട് കൊടുക്കണത്, അതിങ്ങനെ കഴുത്തിലിട്ട് പറയാണ് ഇത് ഇട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഷിന്നിനും പേയ്ക്കും ദേഷ്യം വന്നിട്ട് പറയാണ് തുടങ്ങി ആ ഭ്രാന്ത് ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ മുഖം തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുക നമ്മുടെ ഹീറോയിനൊക്കെ എന്തോ പോലെ ആവുന്നുണ്ട്. കാരണം ആക്ച്വലി ഒരു 3 പേര് നമ്മുടെ ഹീറോയിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവൾക്കത് ഫീൽ ആവുന്നുണ്ട്, പക്ഷേ ഇവൾക്കാണെങ്കിൽ 3 പേരും ഇഷ്ടമല്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സോറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ചോദിക്കുകയാണ് അപ്പോൾ നിനക്ക് മെമ്മർ തിരിച്ചു വന്നോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയം നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് മെമ്മർ തിരിച്ച് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇവൾക്ക് മെമ്മറിക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല, അവൾ ജസ്റ്റ് ആക്ട് ചെയ്താണ്. പക്ഷേ ഇവരിങ്ങനെ എന്താ പറയുക ഇവളെക്കാളും കൂടുതൽ രീതിയിൽ ആക്ട് ചെയ്യണ കാരണം ഇവൾ പറയാണ് എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളിൽ ആര് ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം വേണം, അവരെ നിങ്ങൾ എൻ്റെ അടുത്ത് ഇതുപോലെ പ്രൊപ്പോസൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഷിന്നും പേയും സിയും പറയുന്നുണ്ട് ശരി നീ എത്ര വേണമെങ്കിലും സമയം എടുത്തൊന്നും പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെയിനാണ് കാണിക്കുന്നത് കേട്ടോ. പെയ്യാണെങ്കിൽ നൈറ്റ് വർക്കുകളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ടല്ലോ ഫണ്ടൊക്കെ അതൊക്കെയാണെങ്കിൽ നമ്മുടെ പെയ്യാണെങ്കിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്, അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ടീവളും താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീനുണ്ടല്ലോ ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് മോർണിംഗ് സിസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സീനാണെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിനും കുറച്ച് ടച്ചൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ടീവളും താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ച് പൊക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തോ വർക്ക് ചെയ്യേണ്ട ആവശ്യത്തിനായിട്ട് പോയിട്ട് തിരിച്ചു വന്ന ടൈമിൽ നമ്മുടെ ഷിന്നുണ്ടല്ലോ അവനാണെങ്കിൽ ഇവളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. നല്ല രീതിയിലായിരിക്കും ഇവിടെ അടുത്ത് സംസാരിക്കേണ്ടായ. ഇത് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. ജീവനും നല്ല രീതിയിലൊക്കെ ഇവളെ കെയർ ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ 3 പേര് കൊടുത്ത ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് സ്വത്തിൻ്റെ അതുപോലെ ATM കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിൻ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, അതായത് ഈ 3 പേരെ അവൾക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണെങ്കിൽ ഇവരടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ തന്നെ നമ്മുടെ ആ പെണ്ണുണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ തള്ളിയിട്ടത് ആ പെണ്ണിനാണെങ്കിൽ നമ്മുടെ ഷിന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയാണ് ഇവളാണ് എല്ലാത്തിനും കാരണക്കാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണിനാണെങ്കിൽ കുറേ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇപ്പോൾ ഈ പറയുന്നുണ്ട് ഇനി ഇവള് ഇവിടെ വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഹീറോയിനെ ഹേർട്ട് ചെയ്തല്ലേ, അതുകൊണ്ട് തന്നെ ഇവൾക്ക് കൂട്ടുന്ന എല്ലാവരും പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പോവാൻ നിൽക്കുകയാണ്, അതായത് ഇങ്ങവൾ ഇവിടെ ജോബ് ചെയ്യണില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് ഇന്നാണ് ഇവൾ ഫൈനൽ തീരുമാനം പറയാൻ പോണ ദിവസം. ഇവർ 3 പേരും വെയിറ്റിംഗ് ആണ് കേട്ടോ. അതായത് ഇവരിൽ ആരെ ചൂസ് ചെയ്യുന്നതാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവരുടെ അടുത്ത് 3 പേരെടുത്ത് വന്നിട്ട് പറയാണ് ഞാൻ ഇവിടുന്ന് പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ വേൾഡ് മൊത്തം ട്രാവൽ ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ മാരേജ് എന്ന് പറഞ്ഞ ഒരു കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ 3 പേരും ചൂസ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് നമ്മുടെ പേരെടുത്താണ് വരുന്നത്. എന്നിട്ട് പേയ്ക്കാണെങ്കിൽ അവൻ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് അവൻ്റെ ഷെയറിൻ്റെ ആ സാധനം ഇവളാണെങ്കിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഇത് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ഓണർക്ക് കൊടുക്കുന്ന നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അതിനുള്ള ആളല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഇവനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ അതെടുത്ത് നിലത്തെറിഞ്ഞിട്ട് പറയാണ് ഞാനിത് എഴുതി തന്ന് നിൽക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്കിഷ്ടം നിന്നാന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷിന്നെടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഷിന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ അതും അവൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഇതും ഒറിജിനലായിട്ടുള്ള ആൾക്ക് കൊടുക്കുന്ന നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് മനസ്സിലായിട്ട് അവനെ റിജക്റ്റ് ചെയ്യാൻ. എന്നിട്ട് ഇവൻ പറയാണ് ഇതിനൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഇതെൻ്റെ സ്വത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് പോലെ ആയിട്ടുള്ള ഇവൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സീയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ സി ആണെങ്കിൽ എപ്പോഴും ക്യൂട്ടായിട്ടാണല്ലോ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ കരയാനൊക്കെ പോലെ നിൽക്കണം കേട്ടോ. കാരണം ഇവന് മനസ്സിലായിട്ടുണ്ട് ഈ നെക്സ്റ്റ് ഇവനെ റിജക്റ്റ് ചെയ്യാൻ പോവാന്ന് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സീയുടെ അടുത്ത് വന്നിട്ട് പറയും, നീ പെട്ടെന്ന് നെർവസ് ആവരുന്നൊക്കെ പറയും, നല്ല കൂളായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ അഡ്വൈസ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, നീ എപ്പോഴും എൻ്റെ നല്ലൊരു ബ്രദറായിരിക്കും, എനിക്ക് നിന്നെ വേറെ രീതിയിൽ കാണാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ തന്ന കാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഇവൻ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവനും ഭയങ്കര വിഷമമൊക്കെ ആവണായിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ 3 പേരെ എടുത്ത് താങ്ക് യു പറയുന്നുണ്ട്. അതായത് ഇവിടെ നല്ല രീതിയിൽ കയറിയതല്ലേ. എന്നിട്ട് പറയാണ്, ഇത് നിങ്ങളെ 3 പേരും ഹേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബായി പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ പെയ്ക്കും സിക്കും ഷിന്നിനുണ്ടല്ലോ 3 പേർക്കും ഭയങ്കര വിഷമാവും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഇവിടുന്ന് പോവാണല്ലോ. ഇവരാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിച്ചത്. എന്നിട്ട് ഇവർ തിരിഞ്ഞു പോണ സമയത്ത് ഇവളും പറയുന്നുണ്ട്, ഇവർ 3 പേര് നല്ല പേഴ്സണാന്ന് പറയുന്നുണ്ട്, ഇവർ ഒരിക്കലും ഞാൻ ഹേർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇവൾ ആരും ചൂസ് ചെയ്യാണ്ട് പോയത് കേട്ടോ. കാരണം ഒരാൾ ചൂസ് ചെയ്തവർക്ക് വിഷമാവുമല്ലോ. പിന്നീട് നൈറ്റ് ഇവരാണെങ്കിൽ ഡ്രിങ്ക്സൊക്കെ കഴിക്കാണ് കേട്ടോ, ഭയങ്കര ഷോക്ക് അടിച്ചിട്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ അവൾ കാറെടുത്ത് ഇറങ്ങിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോവാണ് കേട്ടോ. അതായത് ഇനി വേൾഡ് മൊത്തം ട്രാവൽ ചെയ്യണം, അതാണല്ലോ അവളുടെ അംബീഷൻ. അങ്ങനെ പോകുന്ന സമയത്തുണ്ടല്ലോ 3 കാറുകൾ അവൾക്കിടയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളുടെ കാറിനാണെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇതാരാന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാറിൽ നിന്നാണെങ്കിൽ നമ്മുടെ പെയ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. മറ്റേ കാറിനാണെങ്കിൽ നമ്മുടെ ഷിന്നു ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതായത് ഇവർ 3 പേരും നമ്മുടെ ഹീറോയിനെ തപ്പി കണ്ടുപിടിച്ച് വന്നേക്കാണ് കേട്ടോ. ഇവർ 3 പേരും നമ്മുടെ ഹീറോയിനെ വിടണ മട്ടിലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 3 പേരും കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെയല്ലോ നമ്മുടെ പെയ്യും അതുപോലെ സിനിമൊക്കെ സംസാരിക്കാൻ കേട്ടോ. അല്ല, നിൻ്റെ ഗേൾ ഫ്രണ്ട് വേൾഡ് ചുറ്റി പോകാൻ പോവാണ്, അപ്പോൾ അവിടെ വെച്ചിട്ട് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങളോ അവൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് അവൾ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റോരും പറയണ അതേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് ഒരേ സമയം ചിരി വരുന്നുണ്ട്, അതേസമയം ഇവരെന്നെ വിടണ മട്ടിലൊന്നും അവിടെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഷിന്നുണ്ടല്ലോ, ഷിന്നും അതുപോലെ പെയ്യൊക്കെ പറയാണ്, ഞങ്ങളും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, വേൾഡ് ചുറ്റി കറങ്ങാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളും വരുന്നുണ്ട്, നിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടാൻ എന്തായാലും കൂട്ടാന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സീ ഉണ്ടല്ലോ അവനും പറയാണ്, അതേ സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു ഡോഗ് പോലെ ഞാൻ സിസ്റ്റർ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. എന്നെ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയാണ് കേട്ടോ, ഈശ്വരോ എന്നെ രക്ഷിക്കാൻ ആരില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇവന്മാർ 3 പേരും കൂടെ എന്നെ കൊല്ലാൻ പോവാണെന്ന് പറയാണ്ട് കേട്ടോ. എനിക്ക് ഇവരിൽ നിന്ന് ഒരിക്കലും രക്ഷ നേടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ പ്രാർത്ഥിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവളുടെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പെയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഷിന്നിനും സീക്കൊക്കെ ചിരി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് വേണം നമ്മുടെ ഈ ഡ്രാമ ഉണ്ടാവണത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇവൾ ആരെ ചൂസ് ചെയ്യുന്നൊക്കെ നമുക്ക് വിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം ആരെ ചൂസ് ചെയ്യണമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.